കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ജീസസ് റെയിൻസ് എന്ന ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്ന് നിങ്ങളുടെ ഫോൺ സന്ദേശങ്ങളും അത്ഭുത സാക്ഷ്യങ്ങളും കർത്താവ് ചെയ്യുന്ന വിടുതലുകളും ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ആനന്ദവും നൽകുന്നു. ആയതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളും നിങ്ങളുടെ വിഷയങ്ങളും നിങ്ങളുടെ വിടുതലുകളും ഈ ടി വി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലോ ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചന ചിന്തയ്ക്കായിട്ട് ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം തിരഞ്ഞെടുക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35-36 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് ആവർത്തിക്കാം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഈ സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പായി എന്നെ കേട്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വളരെ വിഷമത്തിലും ദുഃഖത്തിലും പല ആശങ്കയിലും ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് യേശു പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ പറയുകയാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു വിടുവിക്കുമെന്ന് വിശ്വസിക്കുക, യേശു ഉയർത്തുമെന്ന് വിശ്വസിക്കുക, യേശു നിന്റെ രോഗത്തിന് മതിയായവനെന്ന് വിശ്വസിക്കുക, യേശു നിന്റെ കടഭാരത്തിന് മതിയായവനെന്ന് വിശ്വസിക്കുക, യേശു എല്ലാത്തിനും മതിയായവനെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരു പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ ഉള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ലോകത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു സഹോദരനോടോ സഹോദരിയോടോ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവരിൽ നിന്ന് പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള വാക്കുകളേക്കാൾ ഉപരിയായിട്ട് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിയുന്നത്. പലരിൽ നിന്നും ആശ്വാസം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന, ആശ്വാസം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്ന വ്യക്തികളുമായി സമീപിക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. എന്നാൽ ഈ ദൈവവചനം എന്ത് താങ്കളെപ്പറ്റി പറയുന്നു അതാണെന്ന് വിശ്വസിക്കണം. ഇവിടെ ഒരു പള്ളിപ്രമാണിയായ യായിറോസിനെയും തൻ്റെ മകൾ മരിച്ച പോകുന്ന ഒരവസ്ഥയിൽ യേശുവിനെ സമീപിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മരണാകരമായിട്ടുള്ള ഒരു രോഗം ബാധിച്ച് തൻ്റെ വീട്ടിലായിരിക്കുന്ന മകളെ ഓർത്ത് തൻ്റെ സ്ഥാനമാനങ്ങൾ എല്ലാം വെടിഞ്ഞ് താഴേക്കിറങ്ങി വരുവാൻ തയ്യാറാകുന്ന ഒരു യായിറോസിനെ പറ്റി ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു പള്ളിപ്രമാണിക്ക് യേശുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. യേശുവിനെ അംഗീകരിക്കാത്ത ഒരു മത നേതൃത്വം അന്ന് സഭകളിലുണ്ട്, അന്നത്തെ സിനഗോഗുകളിലുണ്ട്, അന്നത്തെ ദേവാലയങ്ങളിലുണ്ട്. യേശു ദൈവപുത്രനെന്നും യേശുവിൻ്റെ ദൈവപ്രവർത്തികളെ കണ്ടിട്ട് പോലും വിശ്വസിക്കാതിരിക്കുന്ന സമൂഹത്തിൽ യേശുവിനെ വിശ്വസിച്ച കുരുടനെ പോലും അവരുടെ മാതാപിതാക്കളെ എങ്ങനെ ട്രാപ്പിലാക്കി പള്ളിയിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുന്ന മതപ്രമാണികൾ, പള്ളിപ്രമാണികൾ, മതനേതാക്കന്മാർ, പുരോഹിതന്മാർ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പള്ളിപ്രമാണിയായ യായിറോസ് താഴേക്കിറങ്ങി വന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. കാരണം കേവലം തൻ്റെ മകളുടെ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ശക്തനാണ് യേശു എന്ന് തൻ്റെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമാണ് ആ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തയ്യാറായത്. ഇന്ന് ഈ ടി വി സ്ക്രീനിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ പലതും പരീക്ഷിച്ചു, പലതും ശ്രമിച്ചു, പല വാതിലുകളിൽ മുട്ടി, പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും നടന്നില്ല എങ്കിൽ ഞാൻ ഈ വചനമൊന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഈ ശബ്ദം ഒന്ന് കേൾക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആരെങ്കിലും ഈ ടി വി സ്ക്രീനിന് മുമ്പിലായിരിക്കുന്നതെങ്കിൽ ഒന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, യേശുവിന് കഴിയാത്ത ഒരു വിഷയവും നിൻ്റെ മുമ്പിലില്ല. യേശുവിന് കഴിയാത്ത ഒരു വിഷയവും ഇന്ന് നിൻ്റെ മുമ്പിലില്ല. അങ്ങനെ ഒരു വിശ്വാസം ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തന്നെ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യാദർച്ഛികമായി ഈ ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ വന്നതല്ല താങ്കൾ. യേശുവിന് വളരെ വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ ടി വി സ്ക്രീനിന് മുമ്പിൽ വന്നത്. ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതസംഘടന ആയിക്കൊള്ളട്ടെ, ഏത് ഡിനോമിനേഷൻ ആയിക്കൊള്ളട്ടെ,
യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വരുന്നവനോട് യേശു ചോദിച്ചില്ല, നിന്റെ ജാതി എന്ത്, നിന്റെ മതം എന്ത്, നീ ഏത് പള്ളിപ്രമാണിയാണ്, നീ ഏത് പള്ളിയിൽ നിന്ന് വരുന്നു എന്ന് ചോദിച്ചിട്ടില്ല. കാരണം ഇവിടെ അതാ കാണുന്നത്. പള്ളിപ്രമാണികൾ തന്നെ പുറത്താക്കുവാനും പള്ളിപ്രമാണികൾ തന്നിൽ നിന്ന് വായിൽ നിന്ന് വരുന്ന കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും നിൽക്കുന്ന സമയത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗവുമായി മുന്നോട്ട് പോകുമ്പോൾ, ദൈവരാജ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ വലിയ മഹത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് യേശു തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും വേണ്ടി വന്നാൽ ക്രൂശിക്കുവാനുള്ള സാഹചര്യം വരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മത നേതൃത്വത്തിൻ്റെ നടുവിൽ ആരൊക്കെ സമീപിച്ചുവോ, ആരൊക്കെ അടുത്തു വന്നുവോ, ആരെയും ഉപേക്ഷിക്കാതെ ആരെയും തള്ളാതെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പള്ളിപ്രമാണിയായ യായിറോസ് വരുമ്പോൾ യായിറോസിൻ്റെ പഴയ ചരിത്രങ്ങളോ പഴയ കുറ്റപ്പെടുത്തലുകളോ പഴയ സാഹചര്യങ്ങളോ ഒന്നും ചോദിക്കാതെ യായിറോസിൻ്റെ വിഷയത്തിന്മേൽ ഇടപെടുവാൻ യേശു തയ്യാറാകുന്നു. യേശു ആ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യപ്പെടുമ്പോൾ തൻ്റെ കൂടെ തന്നെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കാണുവാൻ സാധിക്കും. യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ തൻ്റെ കൂടെയുണ്ട്. യേശുവിനാൽ വിടുതൽ പ്രാപിച്ച ജനം കൂടെയുണ്ട്. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് അവനെ കുറ്റപ്പെടുത്തുവാൻ നിൽക്കുന്ന ആ മത നേതൃത്വത്തിൻ്റെ ഒരു കൂട്ടം ഉണ്ട്. ഇതിൻ്റെ നടുവിലെല്ലാം യേശുവിൻ്റെ ഫോക്കസ് തന്നെ വിളിച്ചവൻ്റെ അടുക്കൽ ചെല്ലുക എന്നുള്ള ആ വലിയ ദൗത്യമാണ്. പ്രിയ സഹോദര സഹോദരി, എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകയായിട്ടായിരിക്കാം ഏകനായിട്ടായിരിക്കാം ഈ TV സ്ക്രീനിന് മുമ്പിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ യേശു തയ്യാറായി നിൽക്കുന്നു. യേശു നിന്റെ അടുക്കലേക്ക് വരുവാൻ തയ്യാറായി നിൽക്കുന്നു. നിന്റെ പഴയ ചരിത്രം നോക്കുന്നില്ല, ഏത് പള്ളിക്കാരനും നോക്കുന്നില്ല, ഏത് ജാതിക്കാരനും നോക്കുന്നില്ല, നിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിലെ ആ കുറ്റങ്ങളോ കുറവുകളോ നോക്കാതെ വണ്ണം, ചെയ്തു പോയ പാപത്തിൻ്റെ പെരുപ്പം നോക്കാതെ വണ്ണം സ്നേഹിക്കുന്ന ഒരു യേശു ഇന്ന് നിന്റെ സമീപേ വരുവാൻ തയ്യാറാകുന്നു. ഈ യേശുവിനെ, കർത്താവേ എൻ്റെ ഈ വിഷയത്തിലേക്കൊന്ന് വരുവാൻ, എൻ്റെ വീട്ടിലേക്കൊന്ന് വരുവാൻ, എൻ്റെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊന്ന് ഉയരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ നീ ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഈ സമയത്ത് തന്നെ യേശു നിന്നെ തൊടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ വിഷയങ്ങൾ മരിച്ച അവസ്ഥയിലായിരിക്കാം, അല്ലെ മരിക്കാറായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. സാമ്പത്തിക കടഭാരമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ പ്രയാസങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം, ഡോക്ടർമാർ തന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളായിരിക്കാം. എന്തായിരുന്നാലും യേശു ഇവിടെ പറയുന്നു, ആ യേശുവിൻ്റെ വാക്ക് യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ യേശു നിന്റെ സമീപേ വരിക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിൻ്റെ യാത്രയ്ക്കിടയിൽ ഈ ജനസമൂഹം മൊത്തം ചുറ്റപ്പെട്ടവനായി നിൽക്കുമ്പോഴും യേശുവിനെ വിളിച്ചവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ യേശു തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നു. തന്നെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിനിടയിലൂടെ വിശ്വാസത്തോടെ ചുവടുവെച്ച 12 വർഷക്കാലം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് തൻ്റെ തൊങ്കലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. ജനസമൂഹം 1000 ചുറ്റപ്പെട്ടിരിക്കുമ്പോഴും തൻ്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെട്ട് സൗഖ്യമാകുന്നു. ഈ സൗഖ്യമായത് ആരെന്നുള്ള യേശുവിൻ്റെ അന്വേഷണത്തിനിടയിൽ ഈ സ്ത്രീയെ കണ്ടെത്തുകയും ഈ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ ബാധയൊഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക എന്ന് താൻ പറയുന്ന വാക്കുകൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആളയക്കപ്പെട്ട ദൂതൻ വന്ന് പറയുന്നു, ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുട്ടി മരിച്ചുപോയി. ചിന്തിക്കുക, ഒരിടത്തെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ മറ്റൊരു വാർത്ത മറ്റൊരു സൈഡിൽ നിന്ന് വരുന്നു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മറ്റൊരു വാർത്ത നെഗറ്റീവായിട്ട് കയറി വരികയാണ്, കുട്ടി മരിച്ചുപോയി, ഇനിയും അസഹ്യപ്പെടുത്തണ്ട. പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയ്ക്കിടയിൽ, യേശുക്രിസ്തുവിൻ്റെ വിടുതലിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം, നിന്റെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കാം. പല മരണകരമായിട്ടുള്ള വാർത്തകളും ഒരുപക്ഷെ നിന്റെ മുമ്പിലേക്ക് വന്നേക്കാം. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കണം, യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ അനാഥനായി വിടുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നവൻ അത്ഭുതം നിശ്ചയമായിട്ടുമുണ്ട്. യേശു വിടുവിക്കുവാൻ ശക്തനെന്ന് വിശ്വസിക്കണം. ഈ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഇന്ന് താങ്കൾക്ക് ആവശ്യം തങ്ങളുടെ മുമ്പിലുള്ള നെഗറ്റീവ് വാക്കുകളെ കാര്യമാക്കണ്ട. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളായിരിക്കാം,
ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല, അതൊക്കെ കറക്റ്റാണ്, അതൊക്കെ ഫാക്റ്റാണ്. പക്ഷെ ട്രൂത്ത് അതല്ല. ട്രൂത്ത് യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാർ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കാം, എന്നാൽ അതിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു യേശുവിൻ്റെ കരമുണ്ടെന്ന് വിശ്വസിക്കണം. കടഭാരമായിരിക്കാം, കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ യേശു ഉണ്ടെന്ന് വിശ്വസിക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളെപ്പറ്റി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പറ്റി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്നതാ, താൽക്കാലികമായി തന്നിരിക്കുന്നതാ. അത് തന്നവൻ ദൈവമാ, തന്നവൻ സർവശക്തനാ. അവനെ പോറ്റുവാനും ആ കുഞ്ഞുങ്ങളെ പോറ്റുവാനും പുലർത്തുവാനും മതിയായവനാണ് നിങ്ങളുടെ കൈകളിൽ കുഞ്ഞുങ്ങളെ തന്നത്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഇന്ന് നിങ്ങളുടെ ഹിതപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ശാപവാക്കുകൾ പറയാതെ, അവരെ കുറ്റപ്പെടുത്താതെ, യേശു എനിക്ക് തന്ന സന്തതിയാണ്, യേശു ദൈവം എനിക്ക് തന്ന കൈകളിൽ തന്ന എൻ്റെ കയ്യിൽ തന്ന ദാനമാണ്, അതിനാൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാക്കുകൾ മാത്രം ഏത് സാഹചര്യമുണ്ടായാലും പറയുവാൻ തയ്യാറാകണം. സാഹചര്യങ്ങൾ അത് പറയാൻ അനുവദിച്ചെന്ന് വരില്ല, പക്ഷേ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ തന്നെ വായിൽ നിന്ന് വരണം. ശാപത്തിൻ്റെ വാക്കുകൾ വരാൻ പാടില്ല. ശാപത്തിൻ്റെ വാക്കുകൾ വരുമ്പോൾ അതിൽ ക്രിയ ചെയ്യുന്ന അന്ധകാരത്തിൻ്റെ ശക്തി മറ്റൊരു സൈഡിലുണ്ട്. വായിൽ നിന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ. അത് തൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ജീവനും മരണവും ഉണ്ടാക്കുമെന്ന് ദൈവവചനം പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം എന്തായിക്കൊള്ളട്ടെ, താങ്കളുടെ വായിൽ നിന്ന് പുറത്തു വരേണ്ട വചനം ദൈവശക്തിയുടെ വചനമാണ്, നെഗറ്റീവ് വാക്കുകളല്ല. ഏത് സാഹചര്യം നേരിട്ടാലും ആദ്യമായിട്ട് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് ദൈവവചനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. സാഹചര്യം ഒരുപക്ഷെ അതിനനുകൂലമല്ലായിരിക്കാം. കടഭാരം, നാളെ ജപ്തി നോട്ടീസ് വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനം പറയാൻ തയ്യാറാകണം. രോഗമാണോ? മെഡിക്കൽ റിപ്പോർട്ടുകൾ അങ്ങനെ പറഞ്ഞാൽ പറയണം, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഇനി എന്ത് ഭാരമുള്ള വിഷയമാണോ ആ വിഷയത്തിൻ്റെ നടുവിൽ നെഗറ്റീവ് വാക്ക് പറയുമ്പോൾ അത് കേട്ട് ആമേൻ പറയാനുള്ളവരല്ല, അതിന് നേരെ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയണം, ഇല്ല, ഞാൻ തകരുകയില്ല, ഞാൻ പേടിക്കുകയില്ല, യഹോവ എനിക്ക് തുണ, യേശു എനിക്ക് തുണ, ഞാൻ തകരുകയില്ല എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന നെഗറ്റീവ് വാക്കുകളെ യേശു കാര്യമാക്കുന്നില്ല. പ്രിയ സഹോദര സഹോദരി, യേശു മരണത്തെയാണ് കാര്യമാക്കാതിരുന്നത്. മരണത്തിൻ്റെ വാക്കുകളാണ് യേശു കാര്യമാക്കാതിരുന്നത്. മരിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നിടത്ത്, എല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്നിടത്ത് യേശു ആ വാക്കിനെ കാര്യമാക്കുന്നില്ല. ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാട്ടുകാർ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കണ്ടേക്കാം. ജീവിതത്തിൽ ഈ കാര്യങ്ങൾക്കെല്ലാം കാരണം നിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കണ്ടേക്കാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ ഭാവി ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതായിരിക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുപക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ നടുവിൽ യേശു എന്താ പറയുന്നതെന്ന് കേൾക്കണം. യേശു പറയുന്നു, കാര്യമാക്കണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. യാക്കോബിൻ്റെ അടുക്കൽ വന്ന് ജോസഫ് മരിച്ചുപോയി എന്ന് പറയുന്നു. പക്ഷേ യാക്കോബ് അത് വിശ്വസിക്കുന്നു. യാക്കോബ് മരിച്ച വാർത്ത വിശ്വസിക്കുവാൻ ഇടയാകുന്നു. എന്നാൽ പിൽക്കാലത്ത് ആ മരണത്തിനപ്പുറമായി ജീവിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ചൈതന്യം അദ്ദേഹത്തിന് പ്രാപിക്കാൻ സാധിച്ചു. ഇന്ന് എന്ത് സാഹചര്യമായാലും, ഏതൊക്കെ മരണത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും ജീവിപ്പിക്കുന്ന യേശു ഉണ്ടെന്ന് വിശ്വസിക്കണം. യേശുവിന് എൻ്റെ ജീവിതത്തെ വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. വീണ്ടും യേശുവിൻ്റെ യാത്രയെ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി കാണാം. യായിറോസിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അവിടെ ചെല്ലുമ്പോൾ യേശു പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ തിരഞ്ഞെടുത്തു തൻ്റെ കൂടെ ആ യായിറോസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ. യേശു അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ കാരണം, അവിശ്വസിക്കുന്ന ആയിരത്തിങ്ങളെക്കാൾ നല്ലത് വിശ്വസിക്കുന്ന 3 പേര് മതി. പത്രോസും യാക്കോബും യോഹന്നാനും ഈ 3 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് യായിറോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ കരച്ചിലും നിലവിളികളും കേൾക്കാം. എന്നാൽ അതിനിടയിൽ യേശു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു, കുട്ടി ഉറങ്ങുകയാണ്. കരയുന്നവൻ്റെ നടുവിൽ, വിലപിക്കുന്നവൻ്റെ നടുവിൽ, മരണം ഉറപ്പാക്കിയവൻ്റെ നടുവിൽ ഉറങ്ങുന്നു എന്നുള്ള ഒരു അവസ്ഥ വിളിച്ചു പറയുമ്പോൾ അവർ അവനെ പരിഹസിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിനെ പരിഹസിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് വിശ്വസിക്കുക, അവസ്ഥകളെ കണ്ടുകൊണ്ട് അതേ രീതിയിൽ പറയുകയല്ല, അവസ്ഥകളെ കണ്ടുകൊണ്ട് മരിച്ചുപോയി എന്ന് ആമേൻ പറയുകയല്ല, നേരെ മറിച്ച് മരണത്തെ ഉറക്കമാക്കി കണ്ടുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഉയരുമെന്നുള്ള വിശ്വാസത്തിൽ യേശുവിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ അതിനെപ്പോലും പരിഹസിക്കുന്ന ഒരു സമൂഹം
അവരുടെ ചുറ്റുപറ്റുമുണ്ടായിരുന്നു, അവരുടെ വീടിനകത്തുണ്ടായിരുന്നു. തൻ്റെ ബന്ധുക്കളായിരിക്കാം, ഒരുപക്ഷെ യായിറോസിൻ്റെ ആ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കാം അതിനകത്തിൽ നിന്ന്. അവർ പോലും ഈ യേശുവിനെ പരിഹസിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ യേശു ചെയ്ത മറ്റൊരു കാര്യം, അവരെയെല്ലാം പുറത്താക്കി. യേശുവിന് വേണ്ടത് വിശ്വസിക്കുന്നവരെ മാത്രം മതി. വിശ്വസിക്കുന്നവൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. മരണത്തെ മറവെക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ നടുവിലും നടക്കും. ഇന്ന് ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് പ്രയാസമായിക്കൊള്ളട്ടെ, ഏത് ദുഃഖമായിക്കൊള്ളട്ടെ, വിശ്വസിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാനും തയ്യാറാവും. ഏത് കഠിനമായ രോഗമായിക്കൊള്ളട്ടെ, ഏത് മാരക രോഗമെന്നായിക്കൊള്ളട്ടെ, യേശു വിടുവിക്കുവാൻ മതിയായവനെന്ന് വിശ്വസിച്ചാൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. യേശു കാര്യമാക്കാത്ത വാക്കുകൾ പലതും ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശുവിൻ്റെ യാത്രയ്ക്കിടയിൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, യേശു എന്ന എന്നെപ്പറ്റി പലരും പലതും പറയുന്നുണ്ട്. നാട്ടുകാർ പലതും പറയുന്നു, ഏലിയാവെന്ന് പറയുന്നു, യോഹന്നാൻ എന്ന് പറയുന്നു. എന്നാൽ എനിക്കതൊന്നും കാര്യമല്ല. എനിക്ക് കാര്യം നീ എന്ത് പറയുന്നു എന്നുള്ള. നിങ്ങളെന്ത് പറയുന്നു? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയ ശിഷ്യന്മാർ എന്തു പറയുന്നു? അതാണ് പ്രധാനമായിട്ട് യേശുവിന് വേണ്ടത്. ദൈവ പൈതലെ, നിനക്ക് ഒരു വിടുതൽ വേണമെങ്കിൽ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് ഒരു അനുഗ്രഹം വേണമെങ്കിൽ, നീ യേശുവിനെ എന്ത് എന്ന് വിചാരിക്കുന്നു അത് നീ പറയണം. നീ എന്താണ് യേശുവിനെ പറ്റി വിശ്വസിക്കുന്നത്? യേശുവിനെ ക്രിസ്ത്യാനികളുടെ ദേവനായിട്ടാണെങ്കിൽ നിനക്കൊരു അത്ഭുതവും നടക്കത്തില്ല. യേശുവിനെ ഒരു മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളായിട്ട് നീ കാണുന്നുവെങ്കിൽ ഒരു അത്ഭുതവും നടക്കത്തില്ല. എന്നാൽ യേശു നിൻ്റെ രക്ഷകനും നിൻ്റെ കർത്താവുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിശ്ചയമായ അത്ഭുതം നടന്നിരിക്കും. യേശു നിൻ്റെ കർത്താവായി വാഴും. യേശു നിൻ്റെ ജീവിതത്തിൽ വാഴുവാൻ തുടങ്ങും. യേശു വാഴുവാൻ തുടങ്ങിയാൽ നിൻ്റെ സാഹചര്യം നിൻ്റെ കാൽ കീഴാകും. കാരണം യേശു രാജാതി രാജാവ, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, സകല നാവും ഏറ്റുപറയുന്ന നാമം, സകല സാഹചര്യങ്ങളും നിൻ്റെ കാൽ കീഴാകും. തുടർന്ന് ആ വീട്ടിൽ നടന്ന സംഭവം നമുക്ക് വളരെ ശ്രദ്ധിക്കാൻ കഴിയും. യേശു ആ കുട്ടിയെ ഉയർപ്പിച്ചു. മരിച്ചുവെന്ന് നാട്ടുകാർ പറഞ്ഞവർ, ഉറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയവർ എല്ലാവരും കാണെ ഈ കുട്ടി എഴുന്നേറ്റ് വന്നു. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലെ അവസ്ഥ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം. പക്ഷേ യേശു ആരെന്ന് നീ വിശ്വസിക്കുന്ന നിൻ്റെ വിശ്വാസത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. യേശു നിൻ്റെ രക്ഷകനും കർത്താവും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജീവിത രൂപാന്തരം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അത്ഭുതമായിട്ടുള്ള ജീവിതമായി തീരും. അടയാളങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും കാണുവാൻ സാധിക്കും. ഈ യേശു ജീവിക്കുന്നു. ഈ യേശു നിനക്ക് മതിയായവനാ. ഈ യേശു നിന്നെ വിടുവിക്കുവാൻ ശക്തനാ. ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ കാണുന്നത് വിസ്മയമാണ്. അവർ തന്നെ വിസ്മയിക്കുകയാണ്. അവർ വിസ്മയിച്ചു പോയി എന്ന് വചനം പറയുന്നു. കാരണം അവർ അതിശയിച്ചു പോയി. കാരണം ഈ കൊണ്ടുപോയ യായിറോസിനോ അല്ലെങ്കിൽ യായിറോസിൻ്റെ വീട്ടുകാർക്കോ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശു പറഞ്ഞ വാക്ക്, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിനെ ഉൾക്കൊണ്ടപ്പോൾ യായിറോസിൻ്റെ കുട്ടി ജീവനിലേക്ക് മടങ്ങി വന്നു. ജീവനിലേക്ക് മടങ്ങി വരുന്നത് നെഗറ്റീവ് വാക്കുകളിലല്ല, യേശുക്രിസ്തുവിൻ്റെ വചനത്താലാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടുകളാണ് ജീവൻ കൊണ്ടുവരുന്നത്. പത്രോസിനോടും കൂട്ടരോടും യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവത്രേ വെളിപ്പെടുത്തിയത്. ഇന്ന് ചിന്തിച്ചു നോക്ക്, ജഡരക്തങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ട് നിന്റെ ജീവിതം തകർത്ത് കളയരുത്. ജഡരക്തങ്ങൾ പലതും പറഞ്ഞേക്കാം, ജഡരക്തങ്ങൾ പലതും നിനക്ക് വെളിപ്പെടുത്തിയേക്കാം, പല കാര്യങ്ങളും നിന്നോട് ജഡരക്തങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുന്ന വാക്ക് കേട്ട് ചുവട് വെച്ചാൽ അത്ഭുതം നിശ്ചയം, അത്ഭുതം നിശ്ചയം. കാരണം സ്വർഗസ്ഥനായ പിതാവാണ് ഈ വെളിപ്പെടുത്തുന്നത്. സ്വർഗസ്ഥനായ പിതാവിന് നിന്നോടുള്ള സ്നേഹമാണ് ഈ വെളിപ്പെടുത്തലുകളുടെ കാരണം. നീ ഈ അവസ്ഥയിലായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. സ്വർഗസ്ഥനായ പിതാവ് നല്ല ദാനങ്ങളെയാണ് നമുക്ക് തരുന്നത്. രോഗിയായി ഇരിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല നീ കടഭാരത്തിലിരിക്കുവാനല്ല കർത്താവ് വിളിച്ചത്. നിന്റെ കുഞ്ഞുങ്ങൾ തകർക്കപ്പെട്ട അവസ്ഥയിൽ നീ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാനല്ല കർത്താവ് വിളിച്ചത്. ഈ ഭൂമിയിൽ വാഴുവാൻ, നിത്യതയിൽ കർത്താവിനോടൊപ്പം വാഴുവാൻ, ഈ നല്ല ജീവിതം, ഈ ഭൂമിയിലും നല്ല ജീവിതം, നിത്യതയിലും നല്ല ജീവിതം നൽകുവാൻ വേണ്ടിയാണ് കാൽവറിയിൽ തൻ്റെ പുത്രൻ തകർക്കപ്പെട്ടത്. യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടത് നിന്നെ ഈ ഭൂമിയിൽ ജയാളിയായി ജീവിപ്പിക്കുവാൻ മാത്രമല്ല, നിത്യതയിലും വാഴുവാനാണ്. കാൽവറിയിൽ തൻ്റെ പുത്രനെ തകർത്തുകൊണ്ട് ദൈവം തൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി.
ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ചോദിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയവൻ അതിനോടൊപ്പം സകലവും നൽകാതിരിക്കുമോ? ഈ അവസ്ഥയിലിരിക്കുവാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ കാൽവറിയിലെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ആ പ്രവൃത്തിയിൽ എപ്പോൾ വിശ്വസിക്കുമോ, എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി അടികൊണ്ടു, നിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നു, നിൻ്റെ ശാപത്താൽ എനിക്ക് അനുഗ്രഹം വന്നു, നിൻ്റെ നിന്നയാൽ എനിക്ക് മാന്യത വന്നു. യേശുവിനെ കാൽവറിയിൽ പിതാവാം ദൈവം കൈവിട്ടതുകൊണ്ട് എന്നെയും നിങ്ങളെയും ചേർക്കുവാനിടയായി. അങ്ങനെ ക്രൂശിലൂടെ സകല നന്മകളും മാനവകുലത്തിന് നൽകിയപ്പോൾ അത് പ്രാപിച്ചെടുക്കേണ്ടത് നമ്മൾ എപ്പോൾ അവൻ്റെ ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുമോ, യേശു രക്ഷകനും കർത്താവുമെന്ന് വിശ്വസിക്കുകയും യേശു ക്രൂശിൽ ചെയ്ത ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും അതിൽ ധ്യാനിക്കുകയും അതിനെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായ അത്ഭുതം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഒരുപാട് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റാകുന്ന പ്രാർത്ഥനകൾ നൽകിയില്ലെങ്കിൽ പോലും ഒരു നിമിഷം കർത്താവേ, നിൻ്റെ ആ ക്രൂശിലെ യാഗത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു, സ്നേഹിക്കപ്പെട്ടു, ആയതിനാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എഴുന്നേറ്റിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ കാൽവറി യാഗത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, നിൻ്റെ കാൽവറി യാഗത്താൽ ഞാൻ സ്നേഹിക്കപ്പെട്ടു, നിൻ്റെ കാൽവറി യാഗത്താൽ ഞാൻ നിന്നോടൊപ്പം ചേർക്കപ്പെട്ടു, കാൽവറി യാഗത്താൽ ഞാൻ ഈ ഭൂമിയിൽ വാഴുവാൻ പോകുക. നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. പ്രിയ സഹോദര സഹോദരി, ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ TV സ്ക്രീനിൻ്റെ മുമ്പിൽ വന്നത് യാദർച്ഛികമല്ല, കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മുമ്പിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ പറയാൻ കഴിയുമോ, എന്നോടൊപ്പം ഒന്ന് പറയുമോ, കർത്താവേ, അങ്ങയുടെ കാൽവറി യാഗത്താൽ നീ എന്നെ സ്നേഹിച്ചു, അങ്ങയുടെ കാൽവറി യാഗത്താൽ എന്നെ നീ നീതീകരിച്ചു, അങ്ങയുടെ കാൽവറി യാഗത്താൽ എന്നെ അനുഗ്രഹിച്ചു, അങ്ങയുടെ കാൽവറി യാഗത്താൽ ഞാൻ ഈ ഭൂമിയെ വാഴാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പറയുമെങ്കിൽ നിശ്ചയമായും അത് ജീവിതത്തിൽ അനവർത്ഥമായി തീരുവാൻ ഇടയാവും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. രോഗികൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ഏതെങ്കിലും വിഷയത്തിൻ്റെ മുഖത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ ആ വിഷയത്തെ കർത്താവിൻ്റെ കൈകളിൽ കൊടുത്തിട്ട്, കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഐ ബിലീവ് ഇൻ മിറക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവെ, ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വരുന്നു. ഇന്ന് ഈ സമയത്ത് എന്നെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാൽവറി യാഗത്താൽ നീ ഞങ്ങളെ നീതീകരിച്ചു, ഞങ്ങളെ സ്നേഹിച്ചു, അനുഗ്രഹിച്ചു. ഈ ഭൂമിയിൽ വാഴുവാൻ അധികാരം നൽകി ആക്കിയിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതിനോടൊപ്പം സകലതും നൽകാതിരിക്കുമോ എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ഇന്ന് ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്ന ലോകത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്താൽ അനുഗ്രഹിക്കുകയും വർധനവിനാൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് അവകാശമായി തീരേണ്ടതിന് കാൽവറിയിൽ അങ്ങയുടെ പുത്രൻ അനുഭവിച്ച വേദനയും യാതനയും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ സകല സമാധാനത്തിനും സന്തോഷത്തിനും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സമയത്ത് എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഏത് കഠിന രോഗമായിരുന്നാലും ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം തൊടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കടഭാരമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളെപ്പറ്റി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. തകർന്ന കുടുംബ ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യോജിച്ചു വരട്ടെ. പല വാതിലുകൾ മുട്ടിയിട്ടും ജോലിക്കും മറ്റ് കാര്യങ്ങൾക്കും സാധ്യതയില്ലാതെ കർത്താവെ നിരാശയിലും നെടുവീർപ്പിലുമായിരിക്കുന്നവർ എന്നെ കാണുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പുത്തൻ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ അങ്ങ് ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും യേശുവിന്, സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നിങ്ങൾ കത്തുകൾ അയക്കുക. ഈ TV സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ കത്തുകൾ അയക്കണം, ടെലിഫോൺ ചെയ്യണം, ഇമെയിലിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കർത്താവ് നമ്മെ